ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, രണ്ട് ടൈം സോണിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഗൂഗിൾ കലണ്ടർ വഴി ഈവൻസോ മീറ്റിംഗ്സോ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ടൈമിൽ എറർ അല്ലെങ്കിൽ മിസ്മാച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ കലണ്ടറിൽ തന്നെ നമുക്കൊരു സെറ്റിംഗ്സ് ഉപയോഗിക്കാൻ പറ്റും. ആ സെറ്റിംഗ്സ് എങ്ങനെ എനേബിൾ ചെയ്യണം, അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഗൂഗിൾ കലണ്ടറിന്റെ മെയിൻ ഇന്റർഫേസിലാണുള്ളത്. ഫോർ എക്സാമ്പിൾ എൻ്റെ മാനേജർ ഇപ്പോൾ ഉള്ളത് ദുബൈയിലാണ്, UAE-യിലാണെന്ന് വിചാരിക്കുക. ഓക്കെ. പുള്ളി ഇന്ന് രാവിലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, അജ്മൽ, നമുക്ക് ഇതിന്റെ റിവ്യൂ മീറ്റിംഗ് 4:30 to 5:30 ഒരു ഈവന്റ് ഷെഡ്യൂൾ ചെയ്യണം. ഇതിന്റെ റിവ്യൂ മീറ്റിംഗ് ആയിട്ട് 4:30 to 5:30 ഒരു ഈവന്റ് ഷെഡ്യൂൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്ത് ചെയ്തു, മീറ്റിംഗ് കഴിഞ്ഞ് പുള്ളി പോയി. അപ്പം പുള്ളിയുടെ ടൈം, അതായത് ദുബായിലുള്ള 4:30 to 5:30 ആണ് പുള്ളി മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ആക്ച്വലി നമ്മൾ ഇന്ത്യൻ ടൈം വന്നിട്ട് 4:30 to 5:30 അല്ലെങ്കിൽ 5:30 to 6:30 എടുത്തിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് വേണം? ആക്ച്വൽ ദുബായ് ടൈമിലെ 4:30 കിട്ടണം. അപ്പൊ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ നമുക്കറിയാം 1.5 മണിക്കൂർ പുറകിലാണ് ദുബായ്. അതുകൊണ്ട് 1.5 മണിക്കൂർ പുറകിൽ പോയിട്ട് വേണം നമ്മൾ ആ ടൈം ഷെഡ്യൂൾ എപ്പോഴും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക്, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നത് വേറൊരു ടൈം സോണിലുള്ള ആളാണ്, അയാൾക്കൊരു സെക്കൻഡറി ടൈം സോണും കൂടെ നമ്മുടെ കലണ്ടറിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കിക്കോളൂ. ഇപ്പോൾ അജ്മൽ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ആക്ച്വൽ ടൈം സോൺ ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഓക്കെ, നമ്മുടെ ടൈം സോൺ ആണ് ഇവിടെ ഉള്ളത്. ഇനി ഞാൻ സെറ്റിംഗ്സിൽ പോവും. സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ടൈം സോണിനകത്ത് ഡിസ്പ്ലേ സെക്കൻഡറി ടൈം സോൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അത് നമ്മൾ ടിക്ക് ചെയ്യണം. ഓക്കെ, ഇത് ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ സെക്കൻഡറി ടൈം സോണിലുള്ള ആള് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ആ ലൊക്കേഷനിലുള്ള ടൈം സോൺ സെലക്ട് ചെയ്യണം. ഫസ്റ്റ് പ്രൈമറി ടൈം സോൺ ഇന്ത്യയാണ്, കാരണം ഞാൻ അവിടെയാണ് ഉള്ളത്. ഓക്കെ, അത് മാറിക്കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇന്ത്യയിലോട്ട് മാറ്റി കൊടുക്കണം. രണ്ടാമത് സെക്കൻഡറി ടൈം സോൺ, ഇപ്പൊ നമുക്ക് ഗൾഫ് സ്റ്റാൻഡേർഡ് ടൈം ആണ് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് ഗൾഫ് സ്റ്റാൻഡേർഡ് ടൈം കണ്ടുപിടിക്കണം. ഓക്കെ, ഗൾഫ് സ്റ്റാൻഡേർഡ് ടൈം ഇവിടെ കിട്ടി. അത് ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയാൾക്കൊരു പേരും കൊടുക്കാം. അയാളുടെ പേരോ അല്ലെങ്കിൽ മാനേജറിനോ, അതായത് സെക്കൻഡറി ടൈം സോണിൽ ആരാണുള്ളത് അയാളുടെ പേര് നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നമ്മുടെ മെയിൻ ഇന്റർഫേസിലോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ അജ്മൽ എന്ന് കൂടാതെ ഇതിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ മാനേജർ എന്നുള്ള പേരിലും കൂടെ ഒരു ടൈം സോൺ ഇൻസേർട്ട് ആയി വന്നായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ എന്നോട് മാനേജർ പറഞ്ഞ എന്താണ്, 4:30 to 5:30 മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാനാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്ത് സേവ് ചെയ്ത് കാര്യങ്ങൾ പോയാൽ ആക്ച്വലി അത് ഇന്ത്യൻ ടൈം 6 to 7 ആണ്, പക്ഷെ പുള്ളിയുടെ 4:30 to 5:30 ആണ്. അപ്പം ടൈമിൽ വരുന്ന മിസ്മാച്ചുകൾ നമുക്ക് ഇതുവഴി ഒഴിവാക്കാൻ സാധിക്കും. താങ്ക് യു.